ആകാശ് പറയുന്ന കേൾക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ ഈ വീട്ടിൽ എന്നെക്കാളും വലുത് ഇവരാണെന്നാണോ ചേച്ചി പറയുന്നത്? എന്താ പ്രശ്നം തീർന്നില്ലേ? ഇപ്പോഴെങ്കിലും വാതോർന്ന് എന്തേലും പറഞ്ഞൂടെ? പൂർണിമ എന്ത് പറഞ്ഞാലും അതിനൊരു ശരിയുണ്ടാവും. ഓ, അതുകൊണ്ട് അത് അനുസരിച്ചേ പറ്റൂ. വാ പൃഥ്വി, വാ. ഈ വീട്ടിൽ നിങ്ങളെ താമസിപ്പിക്കാൻ ഞാൻ അനുവദിച്ചത് ചെറിയച്ഛനും കിരണും തമ്മിലുള്ള ബന്ധം തെളിയിക്കാനാ. പക്ഷെ നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ ചെയ്തു കൂട്ടുന്നേ? നേരം വെളുത്ത രാത്രി വരെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ആരാ ശരി ആരാ തെറ്റ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നിങ്ങൾ ഈ വീട്ടിൽ വന്നേ പിന്നെ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നേ. സത്യം പറ ദുർഗ, എന്താ നിങ്ങളുടെ പ്രശ്നം ശരിക്കും? നിങ്ങൾ ഇവിടെ ശരിക്കും നിൽക്കുന്നത് കിരൺ ആരാണെന്ന് പ്രൂവ് ചെയ്യാനാണോ, അതോ അക്ഷിതയോടും പൃഥ്വിയോടും വഴക്കുണ്ടാക്കാനാണോ? പറ ദുർഗ. ഈ വീട്ടിലെ സന്തോഷം മുഴുവൻ പോയി. എപ്പോഴും വഴക്കും ബഹളവും മാത്രം. ചേച്ചി എന്തായി പറയുന്നത്? ഇവിടെ ആരെന്ത് ഞങ്ങളോട് ചെയ്താലും ഞങ്ങൾ മിണ്ടാതെ നിന്ന് എല്ലാം സഹിക്കണോ? ഇവിടെ ആരെന്ത് ചെയ്തു എന്നാ പറയുന്നത് ദുർഗ? പൃഥ്വിയാണ് ഇത് ചെയ്തെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കയ്യില്? ഉണ്ട്. കിരണിനെ കൊല്ലാൻ നോക്കിയത് ചേച്ചിയുടെ അനുജൻ പൃഥ്വിയാണെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട്. ഒരു മിനിറ്റ്. ഈ വാച്ച് ആരുടെയാണെന്ന് ചേച്ചിക്കറിയും? ഈ വാച്ച് ഞാൻ പൃഥ്വിക്ക് ഗിഫ്റ്റ് ചെയ്ത വാച്ചാണല്ലോ. ഈ വാച്ച് കിരണിനെ ഉപദ്രവിച്ച സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയത്. പൃഥ്വിയുടെ വാച്ച് അവിടെ എങ്ങനെയാ വന്നത്? ഞാൻ ഒരിക്കലും വെറുതെ പൃഥ്വിയെ കുറ്റം പറഞ്ഞതല്ല. അവനാണിത് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാ. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെന്ന് കരുതി ഒരാളെ കൊല്ലാൻ നോക്കുന്നതൊക്കെ ശരിയാണോ? കൃത്യസമയത്ത് ഞാൻ അവിടെ ചെന്നതുകൊണ്ട് കിരൺ രക്ഷപ്പെട്ടു. ഞാൻ അവിടെ ചെല്ലാതിരുന്നെങ്കിലോ കിരണിന്റെ അവസ്ഥ എന്താവുമായിരുന്നു? ചെയ്തത് വലിയ തെറ്റാ ചേച്ചി. ഇപ്പോഴേ ഞാനും കിരണും അനാഥരായിട്ടാ ജീവിക്കുന്നത്. ഇനി കിരണ കൂടി എനിക്ക് നഷ്ടമായ. സോറി ദുർഗ, പൃഥ്വി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഒരു അനുജനായിട്ടല്ല, ഒരു മകനെ പോലെ ഞാൻ അവനെ വളർത്തിയത്. പക്ഷെ അവൻ എന്താ ഇങ്ങനെ ആയത്? ഒരാളെ
കൊല്ലാൻ പാകത്തിനുള്ള മനസ്സെങ്ങനെയാ വന്നേന്ന് എനിക്ക് അറിയില്ല. ചേച്ചിയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. ചേച്ചി പൃഥ്വിയെ കാണുന്നത് പോലെയാ ഞാൻ അക്ഷിതയെ കാണുന്നത്. അവൾ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും എന്റെ അനുജത്തി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കി. ചേച്ചിയുടെ അനുജൻ ചെയ്തത് ക്രിമിനൽ കുറ്റോ? പൃഥ്വിക്ക് എങ്ങനെയാ ഈ ഗുണ്ടകളുമായിട്ടെല്ലാം ബന്ധം ഉണ്ടായത്? ഏത് നേരവും എന്റെ അനിയൻ എന്ന് പറയുന്ന ചേച്ചി ഇതുകൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ഇനി ചേച്ചി പറ, ഞാൻ പൃഥ്വിയോട് സോറി പറയണോ? വേണ്ട ദുർഗ, ഇപ്പം നമ്മൾ ഈ സംസാരിച്ച കാര്യം മറ്റാരും അറിയണ്ട ഇവിടെ. ഇത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. നടക്ക്. അഷി, നീ ഈ വലിച്ചെറിഞ്ഞ സാധനങ്ങൾ മുഴുവൻ പെറുക്കി അകത്ത് വെച്ചോണം. ചേച്ചി ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ? എടുത്ത് അകത്ത് വെക്കാൻ. ദേ, നീ ഈ പറയുന്നത് ശരിയല്ല പൂർണിമ. ഇത്രയും നാള് നീ ഇവരെ സപ്പോർട്ട് ചെയ്തു. മനസ്സുകൊണ്ട് താല്പര്യമില്ലെങ്കിലും ഞാനും അത് സഹിച്ചു. ദേ, ഇനി അത് നടക്കില്ല. അഷി, നിന്നോട് പറഞ്ഞ കേട്ടില്ലേ? ദുർഗയുടെ സാധനങ്ങളൊക്കെ പെറുക്കി അകത്ത് വെക്കാൻ. പൂർണിമ, നീ എന്താ എന്നെ കളിയാക്കുവാണോ? ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? എനിക്ക് ചെറിയമ്മയുടെ ഒന്നും പറയാനില്ല. അഷി പറയുന്ന കേൾക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പോ ഈ വീട്ടിൽ എന്നെക്കാളും വലുത് ഇവരാണെന്നാണോ ചേച്ചി പറയുന്നത്? എന്താ പ്രശ്നം തീർന്നില്ലേ? ഇപ്പോഴെങ്കിലും വാ തുറന്ന് എന്തേലും പറഞ്ഞൂടെ? പൂർണിമ എന്ത് പറഞ്ഞാലും അതിനൊരു ശരിയുണ്ടാവും. ഓ, അതുകൊണ്ട് അത് അനുസരിച്ചേ പറ്റൂ. അഷി, ചേച്ചി ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അഷി, ദുർഗ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. കിരണു ഈ വീട്ടിലുണ്ടാവും. ഇത് പൂർണിമയുടെ തീരുമാനമാ. എന്റെ തീരുമാനത്തെ തിരുത്താനോ എതിർക്കാനോ ആർക്കും ഈ വീട്ടിൽ അവകാശമില്ല. സാധനങ്ങൾ എല്ലായിടത്തും പഴയ പോലെ വെച്ചേ. അഷി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? നടക്ക്. ഇനി ഇതേക്കുറിച്ച് ഇവിടെ ഒരു സംസാരം ഉണ്ടാവരുത്. എല്ലാരും പോയി അവരവരുടെ കാര്യം നോക്കാൻ നോക്കി.